ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. നമുക്ക് ഇപ്പോൾ കുറച്ച് ഫാമിലിയിലൊക്കെ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് വീഡിയോ ഇടാൻ വൈകിയത്. ഇതിൽ ഞാൻ ഒരു 2 കിലോ ബീഫ് മന്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ബീഫ് മന്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പുറത്ത് പോയ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മുന്നത്തെ വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കുക. രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇപ്പോൾ ഞാൻ നടക്കൽ ഇവിടെയാണ് കേട്ടോ, വീടിൻ്റെ മുറ്റത്തും പിന്നെ പരിസരത്തൊക്കെയാണ് നടക്കൽ. ഇപ്പോൾ അങ്ങനെ പുറത്ത് പോകലില്ല. ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് പോകൽ ബുദ്ധിമുട്ടും തന്നെ ആയിരിക്കും നമുക്ക്, മഴയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ റോഡിലേക്കൊന്നും നടക്കാൻ വേണ്ടി പോകലില്ല, വീടിൻ്റെ മുറ്റത്തൊക്കെ ഒന്ന് നടക്കുന്നുണ്ട് ഞാൻ. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, 15 മിനിറ്റ് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ഞാൻ എടുക്കുള്ളൂ. എത്ര കുറഞ്ഞ സമയമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നിർത്താതെ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. പുറത്ത് പോകുമ്പോൾ ഞാനൊരു 3 കിലോമീറ്ററൊക്കെയാണ് നടക്കൽ. അപ്പോൾ നമ്മൾ കുറച്ച് ലോങ് ഇങ്ങനെ നീളത്തിൽ നടക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആകുമ്പോഴേ ഞാൻ ഇതേപോലെ വീടിൻ്റെ മുറ്റത്തൊക്കെയാണ് നടക്കൽ. എന്തായാലും അത് ആ റൂട്ടീൻ അങ്ങനെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കലുണ്ട്. മുറ്റം കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചു വാരിയതിന് ശേഷം ഞാൻ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ബീഫ് മന്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നെയ്യുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബീഫിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഞാനിതാ 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 ഗ്രാമ്പു, കുറച്ച് ഏലക്കായ, ഒരു 4 ഏലക്കായ, പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് ഇട്ടത്. പിന്നെ പൊടിച്ച കുരുമുളക് 2 സ്പൂൺ കുരുമുളക്, 2 സ്പൂൺ മന്തി മസാല, പിന്നെ 2 സ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലി അതുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇതിൻ്റെ ക്യൂബാണ് ചേർക്കുന്നത്. അപ്പോൾ 3 ക്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. 2 ക്യൂബ് നമ്മൾ ബീഫിൻ്റെ ക്യൂബും 1 ചിക്കൻ്റെ ക്യൂബാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില എടുക്കുന്നുണ്ട്. 1 ബൗൾ നിറയെ മല്ലിയില, 1 ബൗൾ നിറയെ പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ 2 ബൗൾ നിറയെ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കിലോ മന്തിക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ 1 ബൗൾ നിറയെ നമ്മൾ ഇതും സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലൊക്കെ കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മൾ ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് ഈ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മസാല ഒന്ന് തിരുമ്മിയിട്ട് പിടിപ്പിക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബീഫും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബീഫും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം എടുത്തതാണിത്. ഇനി നമ്മൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഈസിയാണ് ഈ മന്തി ഉണ്ടാക്കാൻ. ബീഫ് മന്തി ആയാലും ചിക്കൻ മന്തി ആയാലും മന്തി ഈസിയാണല്ലോ. അപ്പോൾ ബീഫ് മന്തിയും എളുപ്പമാണ് കേട്ടോ. കുക്കറിൽ ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. എല്ലാം കൂടി ഇനിയാണ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3-4 വിസിലടിക്കുമ്പോഴേക്കും ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വരും, മസാല ഒക്കെ. അപ്പോൾ വെള്ളം ചേർക്കാതെ നമ്മൾ അങ്ങനെ വേവിച്ചെടുക്കണം. ഇനി ഞാനിതാ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് ചോറിനുള്ളത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറ് നമ്മൾ ഒട്ടാതിരിക്കാൻ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. റൈസ് ഞാൻ അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അത് ഞാനിതാ അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ നമ്മൾ അരി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 2 തിള തിളക്കുമ്പോഴേക്കും നമ്മൾ ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. നല്ലൊരു 90% നമ്മൾ വേവിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ദമ്മിൽ കിടന്നിട്ട് ചോറ് ഒന്നും കൂടി വേവും. അപ്പോൾ ഞാനിതാ ഒരു ഏകദേശം ഇതിൽ അത്യാവശ്യം വെന്ത രീതിയിൽ ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട്. എന്നാൽ വേവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ചോറ് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മളെ കുക്കറിൽ ഇതാ 4 വിസിലടിച്ചപ്പോഴേക്കും നമ്മൾ ബീഫും റെഡി ആയിട്ടുണ്ട്.
വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നമ്മൾ ഈ ബീഫിൽ നെയ്യും കാര്യമുള്ള കാരണം കൊണ്ട് വെള്ളം എന്തായാലും പൊന്തി വരും കേട്ടോ. അപ്പോൾ അതാണത് നമ്മൾ ചോറ് ദമ്മിടുമ്പോൾ അതിൽ പോകും. പിന്നെ ഇതാ ഞാൻ റൈസൊക്കെ ഊറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾ കലക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചമുളക്. അപ്പോൾ പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ അതിലേക്ക് ഞാനിതാ കണലും കൂടി വെച്ചെടുക്കുന്നുണ്ട്. ഒരു ഡ്രൈ ലെമൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ അതാ നമ്മൾ പുകയൊക്കെ നന്നായി പൊന്തി വരുമ്പോൾ നമ്മൾ ഒരു വെയിറ്റും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് മന്തി തൊട്ട് അടിപൊളി ടേസ്റ്റുള്ള ബീഫ് മന്തിയാണ്. എളുപ്പമാണ് നമ്മൾ ബീഫ് മന്തി ചിക്കൻ മന്തിനെക്കാട്ടി ഒന്നും കൂടി ടേസ്റ്റ് ഇട്ട് ബീഫ് മന്തിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ അതാണ് ഇക്കാക്കും ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും തന്നെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് വിരുന്നുകാരും കൂടി ഉണ്ട്. അതന്ന് 2 കിലോന് എടുത്തിട്ടുള്ളത് ഞാൻ അടുപ്പിലൊക്കെ വെക്കാൻ കാരണം അതാണ്. അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ അവർ പോയിട്ടുണ്ട്. ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് അടിക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കിനി പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്കിത് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്തിരുന്നിട്ടാണ് ഒരു ബെഡ്ഷീറ്റാണിത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബെഡ്ഷീറ്റാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ കാരണം. അപ്പോൾ ഇതിൽ 2 കുഷ്യനും പിന്നെ 2 പില്ലോ കവറും പിന്നെ ഡബിൾ കോട്ട് നമ്മളെ ബെഡ്ഷീറ്റുമാണ്. പ്യുവർ കോട്ടനാണ്. 491 രൂപയുണ്ട് അത് ഞാൻ വാങ്ങിയപ്പോൾ ഉള്ള പ്രൈസ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് നല്ല വർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണ്. പിന്നെ അതിൻ്റെ പില്ലോ കവർ നല്ല അടിപൊളിയാണ്. നല്ല പില്ലോ കവർ കുറച്ചൊരു വേറൊരു ടൈപ്പ് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സിപ്പൊക്കെ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പില്ലോ കവറുമാണ്. അപ്പോൾ ഞാനൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ എവിടേക്കും പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ ഒന്നാകെ പരത്തിയിട്ട് പോണ ഒരു സ്വഭാവം അതാരും ചെയ്യരുത്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി വരുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് വരിക. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വീടൊക്കെ നല്ല ക്ലീനാക്കി എല്ലാം സെറ്റാക്കിയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിതാ പോവുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് അപ്പോൾ അതിനാണ് വേണ്ടി പോണത്. കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പോലാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതന്നെ നമ്മൾ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ ഫാമിലിയിലും നമുക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ അവിടേക്ക് ബർത്ത്ഡേൻ്റെ പരിപാടിയും അല്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് പോണത്. ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു കുട്ടികളുടെ കടയൊക്കെയാണ്. അവിടുന്ന് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ടോയ്സ് ഞാൻ ഉദ്ദേശിച്ച ടോയ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ 2-3 കടകളിൽ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു ടോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാനായി. മോനക്കും മോൾക്കും ഉള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ മുന്നേ ഒരു പ്രീ പ്ലാൻഡ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നൊരു വീഡിയോ. അത് നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു സാധനം മിസ്സാവാതെ നമ്മൾ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കുക. പിന്നെ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ അന്ന് പുറത്ത് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുറത്തേക്ക് പോകലും ഫുഡ് പുറത്തുനിന്നൊക്കെ ആയ കാരണം കൊണ്ട് എനിക്ക് ചെറിയൊരു കോൾഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടാൻ വൈകിയത്. പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാതും വാങ്ങിക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരു മാസത്തിനായിട്ടുള്ളതാണ് വാങ്ങിക്കൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കി വാങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കലുണ്ട്. പിന്നെ നമ്മൾ 2 ദിവസമായിട്ട് ഞാൻ എടുത്ത വീഡിയോ ആട്ടെ ഇത്. 2 ദിവസമായിട്ടുള്ള ഷോപ്പിങ് കാര്യങ്ങളൊക്കെയാണിത്. ഓഫറിലിടുന്ന ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ നല്ല പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വാങ്ങിക്കും. കൂടുതലായിട്ട് പാത്രങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ നല്ല ഇതിലൊക്കെ നമുക്ക് യൂസ് ആവുന്ന പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് വാങ്ങിക്കലുണ്ട്. പിന്നെ ഇതും ഓഫറിലിട്ടതാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഡ്രസ്സ് നോക്കിയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഫാമിലിനോട് ഒന്നിച്ചിട്ട് എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അതൊരു പ്രത്യേക വൈബാണല്ലോ, എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കണതൊക്കെ. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാ ഇനി നമ്മൾ വീട്ടിലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെയും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.